ഇന്ന് എന്നാ ചെയ്യുന്നറിയോ, വലിയ മെനക്കേടില്ലാത്ത രീതിയിൽ അമ്മമാർക്ക് വെക്കാൻ പറ്റുന്ന കുറേ അച്ഛനും അമ്മമാരും ഉണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ. അന്നേരം എന്നാന്നറിയോ, അവർക്ക് ഒത്തിരി ജോലി കൊടുക്കുന്നത് തെറ്റാ. അപ്പോൾ എനിക്ക് എന്നാ ഭയങ്കര പ്രയാസം തോന്നി. എന്നാൽ ഒത്തിരി കറിയൊന്നും വേണ്ടതാനും ഒരു ഒഴിക്കാനും ഒരു മീൻകറിയും ഒക്കെ ഉണ്ടല്ലോ, ഈ അമ്മമാരും അച്ഛനും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു മീൻകറി പറഞ്ഞു തരാം. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഒരു ഈസി ഫിഷ് കറി അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അത് ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി പലവ്യഞ്ജനാന്നേലും എന്നതാന്നേലും നമ്മുടെ വീടിനകത്തുള്ളത്. അതായത് അമ്മമാരൊന്നും ഒത്തിരി കരുതുവല്ലോ, മക്കളൊന്നും ഇവിടെ ഇല്ലെന്നേ, അന്നേരം പിന്നെ ഞാൻ എന്നത്തിന് ഇതെല്ലാം മേടിച്ച് കൂട്ടുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം അത്യാവശ്യം അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചേച്ച് ചെയ്യാവുന്ന ഒരു മീൻകറിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ കുറച്ച് വെളിച്ചെണ്ണ അതിന് വേണ്ടിയേ. പിന്നെ വേണ്ടിയത് കുറച്ച് സവാളയെക്കാട്ടിലും കുറച്ചും കൂടെ രുചി ചെറിയ ഉള്ളിയാ. അതില്ല മെനക്കെടാൻ മേലാന്നുണ്ടെങ്കിൽ സവാള എടുത്തു. കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, മീനിന്റെ മസാല പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരു കറി പൗഡർ കിട്ടും, അത് മേടിച്ചാൽ മതി. പിന്നെ ഇങ്ങനത്തെ കറി പൗഡർ ഒന്നും മേടിച്ച് ശീലമില്ലാത്ത അമ്മമാരാണെങ്കിൽ ഇതിനകത്ത് മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, ഉലുവ വറുത്ത് പൊടിച്ചതുണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അത് മേടിക്കുക, നമ്മുടെ വീട്ടിലിടാം. പക്ഷെ അതെന്നാണെന്നറിയാമോ, അതെല്ലാം കൂടി ഇട്ട് വരുമ്പോഴത്തേക്ക് തന്നെ തളർന്നു പോകുന്നു, മോളെ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ അമ്മമാർ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിഷ് കറിയുടെ പൗഡർ കിട്ടും, അത് മേടിച്ചാൽ മതി. പിന്നെ അന്നേരം ഒരു ടൊമാറ്റോ ഇട്ടു. പിന്നെ ഉള്ളത് കുറച്ച് മീനാണ്. ഇത് നെമ്മീനാണ് മേടിച്ചേക്കുന്നത്, അതല്ല സാധാ കൊച്ചുമീൻ ഏതായാലും കുഴപ്പമില്ല, പക്ഷെ നത്തോലി ഒക്കുകയില്ല. പിന്നെ വീട്ടിൽ പുളി, നമ്മുടെ സാമ്പാർ പുളി എപ്പോഴും നമ്മുടെ കാണും, അല്ലെങ്കിൽ കുടംപുളി നല്ല എല്ലാവരുടെയും വീട്ടിലുണ്ടാവണമെന്നില്ല, എന്നാലും സാമ്പാർ പുളി എപ്പോഴും കാണും. അഥവാ ഇച്ചിരി ഒന്ന് തീർന്നു പോയാൽ നാരങ്ങ ഒഴിക്കാം. ഇതല്ല, നാരങ്ങ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ ഏതാണെങ്കിലും ഉപയോഗിക്കാം. പുളികളൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും നാരങ്ങ ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളതാണ് വിനാഗിരി, അത് ഒഴിച്ച് വെച്ചാലും മതി. പിന്നെ അന്നേൽ കുറച്ച് തേങ്ങാപ്പാൽ മസ്റ്റാണ്. പിന്നെ വേണ്ടിയത് നിറച്ച് മല്ലിയില, പിന്നെ ഉള്ളത് കറിവേപ്പില, അതിന് കണക്കില്ലേ. പിന്നെ ഇതെല്ലാം പോയിട്ട് മീനിന് ഉപ്പും വേണം, പുളിയും വേണം. ഉപ്പ് പിന്നെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത്. ചട്ടി മസ്റ്റാണ്. ചട്ടി ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാന് എടുത്താൽ മതി, പക്ഷെ ചട്ടി വെക്കുന്നതാണ് രുചി. ആദ്യം ചട്ടി ഒന്ന് ചൂടാക്കി വെച്ചാൽ അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഒഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒത്തിരി ഒഴിച്ചെന്നേ, പക്ഷെ ഒഴിച്ചിട്ടില്ല. പിന്നെ ഈ കറിക്ക് ഒരു ഗുണവും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് വറുക്കാവേ. കടുക് വറുക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഇപ്പം ഈ എണ്ണ ഒഴിച്ച സമയത്ത് കടുക് വറുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ചാൽ ഉള്ളി അതെല്ലാം വഴറ്റിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് വാങ്ങാറാവുകയല്ലേ, അന്നേരം ഇച്ചിരി കടുകും കൂടെ വറുത്ത് ഒഴിക്കാമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അത്രയും മെനക്കെടാൻ വേണമെങ്കിൽ എന്നാന്ന് വെച്ചാൽ ആദ്യമേ കടുക് വറുത്താൽ മതി. പിന്നെ വറുക്കുവാണെങ്കിൽ ആ പാത്രം കൂടെ കഴുകാൻ നിൽക്കണം. ആദ്യമേ ഞാൻ കടുക് വറുത്താൽ ടെൻഷനില്ലല്ലോ. പക്ഷെ ഇപ്പം ഞാൻ കടുക് വറുക്കുന്നില്ല. കടുക് വറുക്കാതെ തന്നെ നമ്മളൊരു മീൻകറി വെക്കാൻ പോവാം. ആദ്യം ഉള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ട് തുടങ്ങാം. അവസാനമാകുമ്പം ഇതങ്ങ് തീരും. അതുകൊണ്ട് എന്നെ ഒന്നും പറയരുത്. മീനിനെക്കാട്ടിലും ചിലപ്പോൾ കൂടുതൽ കറിവേപ്പില കിട്ടിയെന്നിരിക്കും. എന്നാലും അപ്പം എല്ലാവരും വിചാരിച്ചോളാം ഞാൻ വെച്ച കറിയായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കറിവേപ്പില ഒരു വീക്ക്നെസ്സാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടാം. ഇറച്ചിയുടെ അതേ കണക്ക് തന്നെയാണ്, പക്ഷേ ഇഞ്ചി ഇച്ചിരി കുറവായിരിക്കും. 3/4 ടീസ്പൂൺ മതിയാവും ഇഞ്ചി. വെളുത്തുള്ളി ഒരു 1.5 ടീസ്പൂൺ ഇട്ടു. മീൻകറിക്കൊന്നും അധികം എന്നാന്നോ ഈ ഇഞ്ചി ഒത്തിരി ഒന്നും പിടിക്കുകയില്ല. അന്നേരം ആ ഒരു ഇഞ്ചിയുടെയൊക്കെ ഒരു ചുവയൊന്ന് മുന്നിട്ട് നിൽക്കുവേ. അതുകൊണ്ട് ഒത്തിരി ഇടണ്ട, ഒരു ഇച്ചിരി. അതാ 3/4 ടീസ്പൂൺ ഇഞ്ചി,
ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ടോ അരിഞ്ഞത്. എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടല്ലോ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകം ഒന്ന് ചതച്ച് വയ്ക്കുവാന്നേൽ ഏറ്റവും എളുപ്പം കറികളൊക്കെ വെക്കാനായിട്ട് ഏറ്റവും എളുപ്പം അതാ. ഒരു ടീസ്പൂൺ കണക്ക് പഠിച്ചു വെക്കാമെങ്കിൽ അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരുപാട് നേരം ഉണ്ടല്ലോ, ഒരുപാട് ദിവസം അത് ഇരിക്കുകയില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഉപ്പും വിനാഗിരിയും കൂടെ ഒന്ന് പുരട്ടി വെച്ചാൽ മതി. 3 ദിവസം എന്നുള്ളത് ഒരു 6 ദിവസം ഇരിക്കും. അതിനപ്പുറം വെക്കരുത്. നമുക്ക് ആവശ്യമുള്ള ചതച്ച് വയ്ക്കുവാന്നേലാന്നു ഈ പാട്. അരിഞ്ഞു വെക്കുകയാണെങ്കിൽ അത്രയല്ല, കുറച്ച് ദിവസവും കൂടെ നീങ്ങിപ്പോവും. സമയം കിട്ടുമ്പം അരിഞ്ഞു വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ധൃതിക്കൊക്കെ വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. മൂപ്പിക്കേണ്ട പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഇടുമ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതി, അന്നേരം വേഗം മൂക്കുവേ. പിന്നെ അഥവാ കടുക് വറുക്കണമെങ്കിൽ നേരത്തെ വറുത്തോണം. പിന്നെ വറുക്കണമെന്ന് മസ്റ്റൊന്നും അല്ല. കാര്യം എന്താ അറിയോ, ഏകദേശം കടുകിൻ്റെ ഫ്ലേവർ മാത്രം കിട്ടുവായിരുന്നേ ഉള്ളൂ. പക്ഷേ കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഞാൻ ധാരാളം ഇടുന്നുണ്ട് ആ കറിവേപ്പിലയുടെയൊക്കെ മണം നല്ലതായിട്ട് വരും. ഇതൊന്നൊരു ഇച്ചിരി, അതായത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊടി അങ്ങോട്ട് ഇടാവേ. കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു കറി പൗഡർ എന്ന് പറയുമ്പം എരിവിൻ്റെ കണക്കാക്കി വേണം കറി പൗഡർ ചേർക്കാൻ. ഇതിന് വലിയ എരിവില്ലാത്തതാണ്. 1 കിലോ മീനോളം ഉണ്ട്. അപ്പോൾ ഒരു 4 ടീസ്പൂൺ ഇട്ടു. പിന്നെ നല്ലോണം എന്നാ പറയുന്നത്, എരിവ് കഴിക്കുന്ന അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇനി ചേർക്കാം. അതല്ല മുളക് പൊടി വേണ്ട, ആ എരിവ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് കീറിയിട്ടേച്ചാലും മതി. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഈ എണ്ണ നല്ല മൂത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പൊടി ഇടാനും പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ പൊടി മൂക്കാനും വലിയ താമസമൊന്നുമില്ല. എണ്ണ ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ പൊടിയും കൂടി അങ്ങ് മൂത്തോളും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോയും കൂടി ഇടുക. എന്നാന്നറിയാവോ, ഇതിനകത്ത് വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ ആ എണ്ണയെ കിടന്ന് തന്നെ നമ്മുടെ ടൊമാറ്റോ ഒന്ന് വഴന്ന് ആ ഗ്രേവി ആയിട്ട് ഒന്ന് ചേരണ്ട. പക്ഷേ എന്നാൽ അത് ചേരുകയും വേണം. ടൊമാറ്റോ നമുക്ക് ആ കറിയിലുണ്ടെന്ന് അറിയുകയും വേണം. നമുക്ക് കുറച്ച് സമയം മതി കേട്ടോ. ഞാൻ പറഞ്ഞ എളുപ്പമുള്ളൊരു മീൻകറി ആയതുകൊണ്ട് വലിയ താമസമൊന്നുമില്ല അത് കറി വെക്കാനും ഒക്കെ ആയിട്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മീനിടണം. ഇപ്പം നമ്മുടെ ആ ഗ്രേവിക്കകത്ത് ടൊമാറ്റോ ഇതേണ്ട വഴന്നങ്ങ് ചേർന്നിട്ടില്ല. പക്ഷെ ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. അരപ്പൊന്ന് നല്ലതായിട്ട് മീനെ പിടിച്ചോട്ടെ. ഇത് സാധാ മീനാണെങ്കിൽ ഇങ്ങനെ ഇട്ട് ഇളക്കരുത്. കഷ്ണം മീനായതുകൊണ്ടാട്ടോ എനിക്കിങ്ങനെ ഇളക്കാൻ ഒക്കുന്നത്. പക്ഷെ എന്നാൽ മീനൊന്ന് വെന്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ പരിപാടി നടക്കുകയില്ല. ചട്ടി ഒന്ന് വറ്റിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്ക് വന്നേൽ, എൻ്റെ അമ്മയൊക്കെ ആയിരുന്നേൽ എപ്പോഴേ തലമണ്ടയ്ക്ക് തടി തന്നതെന്നറിയോ, മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സ്പൂൺ ഇട്ട് ഏതാണ്ട് ഇറച്ചി ഇളക്കുന്ന പോലെ ഇളക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കരുത്. പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ പുളി അനുസരിച്ച് നമ്മൾ നാരങ്ങായോ വാളംപുളിയോ കുടംപുളിയോ വിനാഗിരിയോ എന്നാ കയ്യിലുണ്ടേന്ന് വെച്ചാൽ അതങ്ങ് ചേർക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇടുവാണേ. ഉള്ളി മൂപ്പിക്കാനായിട്ട് ഞാൻ ഇട്ടായിരുന്നു. എന്നാലും മീനിനൊരു ഇച്ചിരി ഉപ്പും പുളിയും ഉള്ളത് നല്ലതാണ് എന്ന് പറഞ്ഞ് ഒരുപാടല്ല, ആവശ്യത്തിന്. അമ്മമാർക്കൊന്നും ഒരുപാട് ഉപ്പും പുളി എരിവും ഒന്നും പാടില്ലാത്തതുകൊണ്ട് ഇച്ചിരിയേ ചേർത്തിട്ടുള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാലാണേ, അതും അങ്ങോട്ട് ഒഴിച്ചേച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ തീ ഇച്ചിരി അങ്ങോട്ടൊന്ന് കൂട്ടിക്കും. ഈ സമയത്ത് ഈ എരിവ് വേണ്ടിയവർ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, നമുക്ക് ഒന്നെങ്കിൽ മുളക് പൊടി ഇടുവാണെങ്കിൽ ആ പൊടി ചേർത്തതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മുളക് പൊടി ഇടുക, അല്ലെങ്കിൽ പച്ചമുളക് ഇടുക. ഇതല്ല പുളിക്ക് ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാങ്ങ വേണമെങ്കിൽ ഇടാം. പക്ഷെ മാങ്ങ ഇടുവാണെങ്കിൽ മറ്റേ പുളിയൊന്നും ചേർക്കരുത്. പിന്നെ അന്നേരം സാമ്പാർ മുളകില്ലേ, അതിടണമെന്നുണ്ടെങ്കിൽ ഇടാം. ചിലർക്കാണെങ്കിൽ ഈ ഒടങ്കൊല്ലിയുടെ മുളകെന്ന് പറഞ്ഞൊരു മുളകുണ്ട്, അതെന്നാ
എല്ലായിടത്തും എന്നാ ഭാഷ അതിന് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയാമല്ല, പക്ഷെ അത് ഭയങ്കര എരിവുള്ളതാണ്. അത് ഇടണമെന്നുള്ളവർക്ക് അങ്ങനെ എരിവ് കൂട്ടാം, ഏതാ എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഇതൊന്നും ചേർക്കാതെ വെറും ഒരു ഫിഷ് കറി പൗഡർ മാത്രം ചേർക്കുവാണെങ്കിൽ അതിൻ്റെ രുചി ഒരു പ്രത്യേക രുചിയാണ്. ആദ്യം ഈ രുചി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആ ഏറ്റക്കുറച്ചിൽ ചെയ്തേച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻകറിയുടെ സ്വാദ് എന്നാന്നുള്ളത് നമുക്ക് മനസ്സിലാകാതെ പോവും. അതുകൊണ്ട് തിളയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇടണേ. ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആ മീനയിലോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. ഇപ്പം തന്നെ നിങ്ങളോട് ബ്രേക്ക് പറഞ്ഞ സമയം തന്നെ ഞാൻ ഏകദേശം കറിവേപ്പിലേനെ ഈ പരുവാക്കി. പക്ഷെ എന്നാലും ബാക്കിയും കൂടെ ഞാൻ ഇടും, എന്ത് ചെയ്യാനല്ലേ. ഇതൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ മീൻകറിക്കൊക്കെ ഒരു രുചി വരുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഞാൻ മീൻകറി വെച്ചാൽ മീനിനെക്കാട്ടിലും കറിവേപ്പിലയാണ് കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നേര് തന്നെയാണ്. എന്നാൽ എന്നെ അങ്ങനെ പറഞ്ഞൊന്ന് കളിയാക്കിയെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. എനിക്കിഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കറിവേപ്പില എന്നാ പറയുക, ചിക്കൻ കറിയിലും മീൻ കറിയിലും മട്ടനിലും ഒക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി യാതൊരു വിഷയവുമില്ല. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ്. ഇന്ന് ഞാൻ ചെയ്ത മീൻകറി അമ്മമാരെ മാത്രം കൺസിഡർ ചെയ്താട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു രുചി മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴും അവരും പറയും ഇത് ഏറ്റവും നല്ലൊരു കറിയാന്ന് പറയും.